ഹായ് ഗൈസ്, ക്ലിയർ 2026 സ്റ്റഡി സീരീസിന്റെ സെക്കൻഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനലിലൂടെ ക്ലിയർ 2026 എക്സാം പ്രിപ്പയർ ചെയ്യുന്ന 3 ഇയർ LLB 5 ഇയർ LLB സ്റ്റുഡൻസിന് വേണ്ടി നമ്മൾ സ്റ്റഡി സീരീസ് തുടങ്ങി. അപ്പോൾ ഫസ്റ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. ഫസ്റ്റ് വീഡിയോയിൽ മെയിനായിട്ട് ക്ലിയർ 2026 എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ എങ്ങനെ തുടങ്ങണം, ഏത് രീതിയിൽ വേണം നിങ്ങളുടെ ഈ എക്സാമിനെ അപ്രോച്ച് ചെയ്യേണ്ടതിനെ പറ്റിയാണ് ഫസ്റ്റ് വീഡിയോ. അപ്പോൾ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതിൻ്റെ സെക്കൻഡ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് പഠിക്കണ്ടേ, ക്രാക്ക് ചെയ്യണ്ടേ? ക്ലിയർ 2026 ഉടനെ ഉണ്ടാവും. മോസ്റ്റ് പ്രോബബ്ലി മെയ് അവസാനം അല്ലെങ്കിൽ ജൂൺ ആദ്യവാരം നമ്മുടെ പരീക്ഷ ഉണ്ടാകും. നമുക്കൊരു സ്റ്റാൻഡിൻ 3 to 4 months നമ്മുടെ കയ്യിലുണ്ട്. ഉഷാറായി പഠിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഏറ്റവും നിയറസ്റ്റ് എക്സാം തന്നെ എന്ത് പിടിച്ച് ക്രാക്ക് ചെയ്യാം. ഓരോ വർഷം കൂടുന്തോറും കോമ്പറ്റീഷൻ കൂടി വരികയാണ്. അപ്പോൾ ഈ വർഷം തന്നെ, ഓക്കെ, ഇഫ് നോട്ട് നൗ ദെൻ വെൻ, ഈ വർഷം തന്നെ നമ്മൾ എന്ത് ചെയ്യും, പഠിച്ച് ക്രാക്ക് ചെയ്യുന്നു. ഒരു ഗവൺമെൻറ് കോളേജിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അഡ്മിഷൻ എടുക്കുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോ കൃത്യമായിട്ട് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു പ്രവേശന പരീക്ഷയുടെ എഴുതാൻ പോകുന്നത് ഇല്ലേ, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമാണ്, ഒരു കമ്പ്യൂട്ടർ എക്സാമാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പോകുമ്പോൾ അതിൻ്റെ നമ്മുടെ പ്രിപ്പറേഷനും നമ്മുടെ ഒരു അപ്രോച്ചും ആ രീതിയിലായിരിക്കണം. നമ്മുടെ +2 പരീക്ഷ പോലെ ഡിഗ്രി പരീക്ഷ പോലുള്ള പരീക്ഷ അല്ലത് ഇല്ലേ. അപ്പോൾ നമ്മുടെ അപ്രോച്ചും ചേഞ്ച് ചെയ്യണം, നമ്മുടെ സ്റ്റഡി പാറ്റേണും ചേഞ്ച് ചെയ്യണം. നമ്മൾ കോമ്പറ്റേറ്റീവ് ആയിരിക്കും ഇല്ലേ, മറ്റുള്ളവരായിട്ട് മത്സരിക്കാനുള്ള കേപ്പബിലിറ്റി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് ചിലപ്പോൾ നമുക്ക് ഇപ്പം ഉണ്ടായിന്ന് വരില്ല, പക്ഷെ നമുക്ക് പഠിച്ച് പ്രിപ്പയർ ചെയ്ത് നമുക്ക് വാശിയോടെ പഠിച്ചു കഴിഞ്ഞാൽ ഈ കോമ്പറ്റീറ്റീവ്നെസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഇല്ലേ. അപ്പോൾ ഈ ഒരു പീരീഡിൽ 1000 ഓഫ് തോട്ട്സ് നിങ്ങളുടെ മൈൻഡിനുള്ളിൽ കടന്നു പോയിക്കൊണ്ടിരിക്കും. എനിക്കിത് പറ്റുമോ, എന്നെ കൊണ്ട് ഇതാവുമോ, എന്നെ കൊണ്ട് സാധിക്കുമോ? ഡോൺ വെറി, നമ്മളെല്ലാവരെ കൊണ്ടും പറ്റും ഇല്ലേ. ഒറ്റ ഇതുള്ളൂ, നമുക്ക് ആഗ്രഹങ്ങൾ വേണം. ആഗ്രഹങ്ങൾ മാത്രം ഉണ്ടായാൽ പോരാ, ഇല്ല, ആഗ്രഹങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാൻ ഒരു മനസ്സും വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് എന്തും നേടിയേക്കാം. നത്തിങ് ഈസ് ഇംപോസിബിൾ എന്നല്ലേ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് ഞാൻ ഔട്ട്ലൈനെ ഉദ്ദേശിക്കുന്നത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിലബസിനെ പറ്റി ഒരു വീഡിയോസ് ചെയ്യാമെന്ന്, സീരീസ് ഓഫ് വീഡിയോസ് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് ലീഗൽ സബ്ജക്റ്റുകളിൽ കാര്യങ്ങൾ എങ്ങനെയാണ്, എത്ര മാർക്ക്, എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിന് എത്ര മാർക്ക് ക്യാരി ചെയ്യുന്നുണ്ട്, ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ലീഗൽ സബ്ജക്ട്സ് നോക്കേണ്ടത്, അതിനെപ്പറ്റിയാണ് ഇന്ന് വീഡിയോ. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് പ്രധാനമായിട്ട് നമ്മൾ സിലബസും അതുപോലെ തന്നെ മറ്റുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇനി ധാരാളം വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് മെയിൻ, അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ സിലബസിൽ 120 ചോദ്യങ്ങളാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മൊത്തം ഉള്ളത് ഇല്ലേ. അതിപ്പോൾ 5 ഇയർ LLBക്കും 3 ഇയർ LLBക്കും ഡിഫറൻറ്റ് പരീക്ഷയാണ്. ഒരു ദിവസം 5 ഇയർ, കഴിഞ്ഞ വർഷമൊക്കെ ഒരേ ദിവസം തന്നെയായിരുന്നു. ഓക്കെ, 5 ഇയർ LLBക്ക് ഒരു പരീക്ഷ, 3 ഇയർ LLBക്ക് വേറൊരു പരീക്ഷ. ഓക്കെ, പക്ഷേ ഇത് രണ്ടുപേരെയും സിലബസ് ഒന്ന് തന്നെയാണ്. ഡിഫറെൻറ്റ് സിലബസ് അല്ല, സെപ്പറേറ്റ് പരീക്ഷ നടത്തുമെങ്കിലും ഒറ്റ സിലബസ് തന്നെയാണ് ഇവർക്ക് രണ്ടുപേർക്കും ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ ഓൾറെഡി ഞാൻ വീഡിയോയിൽ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ 2 തരം സീറ്റുകളാണ് ഉള്ളത്. ഒന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, +2 കഴിഞ്ഞ് വരുന്ന 5 ഇയർ LLB സീറ്റ്സ്, പിന്നെ ഡിഗ്രി കഴിഞ്ഞ് എന്താ പറയുക, എഴുതി നേടുന്ന 3 വർഷ ത്രിവത്സര LLB ഡിഗ്രികൾ. ഓക്കെ, അപ്പോൾ 2 എക്സാം ആണെങ്കിലും സെയിം സിലബസാണ്. അപ്പോൾ നമ്മുടെ സിലബസിലെ ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ലീഗൽ ക്വസ്റ്റ്യൻസ് 42 ചോദ്യങ്ങളാണ് നമുക്കുള്ളത്. ഓക്കെ, 42 ക്വസ്റ്റ്യൻസ് ആണ് ലീഗൽ ഭാഗത്തു നിന്നുള്ളത്. ഓക്കെ, 42 ക്വസ്റ്റ്യൻസ് ആണ് ലീഗൽ ഭാഗത്തു നിന്നുള്ളത്. മൊത്തം 120 മാർക്കാണ് ലീഗൽ ഭാഗത്തുനിന്ന് വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ലീഗൽ ടോപ്പിക്സ് ആണ്. 42 ചോദ്യങ്ങൾ, ഓരോ ചോദ്യത്തിനും 3 മാർക്ക് വീതം, അങ്ങനെ മൊത്തം 120 മാർക്കാണ് എന്ത് ചെയ്യുന്നത് ലീഗൽ ഭാഗത്ത്. അപ്പോൾ ലീഗൽ ഭാഗം നമ്മൾ എന്ത് ചെയ്യണം, എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കുക മാത്രമല്ല ഈ 120 മാക്സിമം സ്കോറും ചെയ്യണം ഇല്ലേ. കാരണം ഇത് നമ്മുടെ ബേസാണ് ഇല്ലേ. ഇതെന്ന് എന്താ പറയുക, ഇതിൽ നിന്ന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുമ്പോഴാണ് നമുക്ക് ബാക്കിയുള്ള സബ്ജക്റ്റുകൾ സ്കോർ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ലൊരു റാങ്കിലേക്ക് അല്ലെങ്കിൽ നല്ലൊരു മാർക്കിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുള്ളൂ ഇല്ലേ. ചെറിയ മാർക്ക് മേടിയാൽ നമുക്ക് നമ്മൾ കയറാൻ പറ്റില്ല. നമുക്ക് 4 ഗവൺമെൻറ് കോളേജിലേക്ക് നമുക്ക് എത്തണ്ടേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ 120 മാക്സിമം എന്ത് ചെയ്യണം, നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ലോ സബ്ജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ 5 ഇയർ LLB ആയിരുന്നു. 5 വർഷത്തിൽ ഞാൻ ഏകദേശം 50ഓളം ലോ സബ്ജക്ട്സ് ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 50ഓളം ലോ സബ്ജക്ട്സ് നിങ്ങൾ പഠിക്കണോ? വേണ്ട, അത് വേണ്ട. ഈ 50ഓളം ലോ സബ്ജക്ട്സ് നിങ്ങൾ പഠിച്ച് നിങ്ങൾ എൻട്രൻസ് എഴുതാൻ പോസിബിൾ ആണോ? അല്ല. നമ്മൾ കഴിഞ്ഞ് കുറച്ച് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഏരിയാസിൽ നിന്ന്
കൂടുതൽ ചോദ്യങ്ങൾ വരുന്നുണ്ട് അല്ലേ? നിങ്ങളെല്ലാവരും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം. ഓക്കെ, ഞാൻ ഡ്രൈവിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും. ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എവിടെ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ കൂടുതൽ വന്നിരിക്കുന്നത്. നമ്മൾ അതിനെപ്പറ്റിയൊക്കെ വീഡിയോസ് നമ്മൾ വരുന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ലീഗൽ സബ്ജക്ട്സ് 2 രീതിയിൽ തരംതിരിക്കാം. ഒന്ന് പ്രൈമറി ലോ സബ്ജക്ട്സ്. പ്രൈമറി ലോ സബ്ജക്ട്സ് എന്ന് വിളിക്കാൻ കാരണം ആ സബ്ജക്റ്റിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നുണ്ടാവുക. ഏറ്റവും കൂടുതൽ മാർക്കിനുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് പ്രൈമറി ലോ സബ്ജക്ട്സ്. അപ്പം നമ്മുടെ കേരള ലോ എൻട്രൻസ് എക്സാമിൻ്റെ 2026 പ്രിപ്പയർ ചെയ്യുന്നവർ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ പഠിച്ചിരിക്കേണ്ട, നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ലോ സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത് തന്നെയാണ് പ്രൈമറി ലോ സബ്ജക്ട്സ്. ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ലോ. കഴിഞ്ഞ വർഷം ധാരാളം ചോദ്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ ലോ എന്ന് ചോദിച്ചു. എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ 3 ഇയറിനകത്ത് 20 തൊട്ട് 22 ചോദ്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ ലോ എന്ന് വന്നിട്ടുണ്ട്. 20 തൊട്ട് 20 ചോദ്യം എന്ന് പറഞ്ഞാൽ 60 മാർക്കിന് കോൺസ്റ്റിറ്റ്യൂഷൻ ലോ എന്ന് മാത്രം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു പ്രൈമറി ലോ സബ്ജക്റ്റാണ്. നിങ്ങളെല്ലാവരും LLB എൻട്രൻസ് ക്രാക്ക് ചെയ്ത് ഗവൺമെൻറ് കോളേജിൽ കയറണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും കോൺസ്റ്റിറ്റ്യൂഷൻ ലോ നിർബന്ധമായി പഠിക്കണം. ഒരു സംശയം വേണ്ട, പ്രൈമറി ലോ സബ്ജക്റ്റാണ്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു സബ്ജക്റ്റാണ്. പിന്നെ എന്താണ് ലീഗൽ ടേംസ് ആൻഡ് മാക്സിംസ്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ധാരാളം ക്വസ്റ്റ്യൻസ് ലീഗൽ ടേംസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ലീഗൽ ടേംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലീഗൽ ബുക്സിൽ ഉണ്ടാകുന്ന ചില ടേംസ് ഉണ്ട് ഇല്ലേ? ഇപ്പം പ്ലെയിൻറ്റിഫ് എന്താ, ഡിഫൻഡൻറ്റ് എന്താ, ബെയിൽ എന്താ, അക്യൂസ്ഡ് എന്താ, അതുമായി ബന്ധപ്പെട്ടുള്ള അതിന് ഇഷ്ടംപോലെ ലീഗൽ ടേംസ് ഉണ്ട്. ആ ലീഗൽ ടേംസ് ബേസ് ചെയ്തുള്ള ചോദ്യങ്ങൾ ധാരാളം. അപ്പോൾ ലീഗൽ ടേംസ് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. അതൊരു പ്രൈമറി ലോ സബ്ജക്ട്സ് ആണ്. ധാരാളം ചോദ്യങ്ങൾ അതുപോലെ ലീഗൽ മാക്സിംസിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ലീഗൽ മാക്സിംസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അടുത്ത പ്രധാനപ്പെട്ട പ്രൈമറി ലോ സബ്ജക്റ്റാണ് ടോർട്ട്, ലോ ഓഫ് ടോർട്ട്സ്. ഓക്കെ, ടോർട്ട്സ് ചെയ്യുന്ന ചോദ്യങ്ങൾ നമ്മുടെ ധാരാളം ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ചോദിച്ച് കാണുന്നത്. അപ്പോൾ ലോ ഓഫ് ടോർട്ട്സ് എന്ത് ചെയ്യണം, അതൊരു പ്രൈമറി ലോ സബ്ജക്റ്റാണ്, നിങ്ങൾ നിർബന്ധമായി പഠിച്ചിരിക്കണം. പിന്നെ അതുപോലെ തന്നെ കോൺട്രാക്ട് ലോയും ഒരു പ്രൈമറി ലോ സബ്ജക്റ്റാണ്. എന്ത് ചെയ്യുന്നത്, ധാരാളം ചോദ്യങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലുണ്ട്. അപ്പോൾ ലോ ഓഫ് കോൺട്രാക്റ്റും എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചിരിക്കണം. പിന്നെ ഏതുമാണ് നമ്മുടെ BNS, ഭാരതീയ ന്യായ സംഹിതം. ഓക്കെ, ക്രൈംസിൽ തന്നെ BNS. ഓക്കെ, BNS ചെയ്തും കഴിഞ്ഞ വർഷത്തെ പേപ്പറിലൊന്നും ഒരുപാട് ചോദ്യങ്ങളൊന്നും ഇല്ല. നമുക്ക് നോക്കാം, ചിലപ്പോൾ ഈ വർഷത്തെ പേപ്പറിലായിരിക്കും ധാരാളം ചോദ്യങ്ങൾ വരുന്നുണ്ടാവുക. മുൻപൊക്കെ ക്രൈംസിൽ നിന്ന്, അതായത് IPC, മുൻപ് IPC ആയിരുന്നല്ലോ, IPC ഉള്ള സമയത്തൊക്കെ ധാരാളം ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, IPC നിന്ന് ചോദിക്കുമായിരുന്നു. BNS വന്നേ പിന്നെ ചോദ്യങ്ങൾ കുറവാണെങ്കിലും ലെറ്റ് സി, ചിലപ്പോൾ ഈ വർഷം ട്രെൻഡ് മാറാം. ചിലപ്പോൾ ഈ വർഷം BNS നിന്നായിരിക്കും ചിലപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, BNS എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. പിന്നെ എന്ത്, ലീഗൽ GK. ലീഗൽ GK എന്ന് പറഞ്ഞാൽ ലീഗലായിട്ട് ബന്ധപ്പെട്ടുള്ള GKകൾ. ഇപ്പോൾ സുപ്രീം കോടതിൻ്റെ ചീഫ് ജസ്റ്റിസ് ആരാ, അങ്ങനത്തെ ഉള്ള ഒരുപാട് ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നു, കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കിടക്കുന്നുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരു 2, 3, 4 ചോദ്യം. 2, 3, 4 ചോദ്യം എന്ന് പറഞ്ഞാൽ ചെറിയ മാർക്കല്ല. 4 ചോദ്യം എന്ന് പറഞ്ഞാൽ 12 മാർക്കാണില്ല. 12 മാർക്കൊക്കെ വലിയൊരു മാർക്ക് തന്നെയാണ്. ഓരോ മാർക്കിൻ്റെ വിലയും മനസ്സിലാക്കുന്ന ഒരു പോയിന്റിലേക്ക് നിങ്ങൾ എത്തും. അതൊക്കെ റിസൾട്ടൊക്കെ വന്ന് റാങ്ക് ലിസ്റ്റൊക്കെ വരുമ്പോൾ ഓരോ മാർക്കിൻ്റെ വില നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ഈച്ച് ആൻഡ് എവരി മാർക്ക് ഈസ് വാല്യുബിൾ. ഓക്കെ, ഓരോ മാർക്കും എന്താണ്, വാല്യുബിൾ. അപ്പം ലീഗൽ GK എന്ന് ചോദ്യങ്ങളോ, ലീഗൽ GK എന്ന് പറഞ്ഞാൽ ലീഗലായിട്ട് ബന്ധപ്പെട്ടുള്ള GK, മേജറായിട്ടുള്ള ലീഗൽ ഡെവലപ്മെൻറ്റ്സ്. അത് നിങ്ങൾ ലീഗൽ GK പഠിക്കാൻ എന്ത് ചെയ്യണം, ഡെയിലി പത്രം വായിക്കണം. പത്രം അല്ലെങ്കിൽ വേറെ എന്ത് മീഡിയാസ് ആണെങ്കിലും ഓക്കെ, പത്രം വായിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ലീഗൽ കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. ഇപ്പോൾ കേരള ഹൈക്കോടതിൻ്റെ ചീഫ് ജസ്റ്റിസ് മാറി. ആർക്കെങ്കിലും അറിയോ, ആരാ ചീഫ് ജസ്റ്റിസ്, അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേ. ഇപ്പോഴത്തെ കേരള ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് കമൻറ്റ് ചെയ്ത്, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് പറഞ്ഞ്. കണ്ട, ഇഷ്ടംപോലെ ഡെവലപ്മെൻറ്റ്സ് നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട് ഇല്ലേ? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മാറിയിട്ടുണ്ട് ഇല്ലേ? അതുപോലെ മേജർ ഇഷ്ടംപോലെ ലീഗൽ ഡെവലപ്മെൻറ്റ്സ് നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം അല്ലേ? നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, അല്ലെങ്കിൽ വായിച്ച് വെറുതെ സ്വൈപ്പ് ചെയ്ത് വിട്ടാൽ മാത്രം പോരാ, അത് നോട്ട് ചെയ്യണം, അത് എന്ത് ചെയ്യണം, പഠിക്കാം. അപ്പം ഇത്രയാണ് പ്രൈമറി ലോസ്. ഇതിനെ പ്രൈമറി ലോ സബ്ജക്റ്റ് എന്ന് ഞാൻ വിളിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, വൺ ആൻഡ് ഓൺലി റീസൺ, ഗ്രേറ്റർ പ്രൊപ്പോർഷൻ ഓഫ് ചോദ്യങ്ങൾ ഈ ഭാഗത്തു നിന്നായിരിക്കും. നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ലോ സബ്ജക്ട്സ് പഠിച്ചിരിക്കണം. പല കുട്ടികളും വരുത്തുന്നത് തെറ്റാണ്. വലിയ സബ്ജക്റ്റ്, ഇഷ്ടംപോലെ ലോ സബ്ജക്ട്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ജൂറിസ്പ്രുഡൻസ്, ഫാമിലി ലോ, കമ്പനി ലോ, ഇഷ്ടംപോലെ ലോ സബ്ജക്റ്റുകളുണ്ട്. ഈ പ്രൈമറി ലോ സബ്ജക്റ്റ് വിട്ടിട്ട് വലിയ ലോ സബ്ജക്റ്റുകൾ പഠിക്കാൻ പോകും. ഓക്കെ, അതിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങളെ വരത്തുള്ളൂ. നമ്മൾ അവിടെ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യും, ഇത് നേരെ പഠിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യും, നമുക്കത് ഡിറ്റർമിനലാവും, നമുക്കത് പ്രശ്നം തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യില്ല, നമുക്കൊരു വിചാരിച്ച സ്കോർ നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ അസറ്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 6 ലോ സബ്ജക്റ്റാണ്.
ഈ ലോ സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ ഈ ലോ ടോപ്പിക്സ് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഇത് പഠിച്ച് കഴിഞ്ഞ് ഇതിൻ്റെ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്ത് കംപ്ലീറ്റ് തറവാക്കി സമയമുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യണം, ബാക്കിയുള്ള ലോ സബ്ജക്ട്സിലേക്ക് പോയാൽ മതി. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ബേസ്. ഗ്രേറ്റർ പ്രൊപ്പോർഷൻ ഓഫ് ചോദ്യങ്ങൾ വരുന്ന സബ്ജക്ട്സ് ആണ് ഈ 5-6 ഇത് നിങ്ങൾ പഠിച്ച് ക്ലിയർ ആക്കി, ഞാൻ പറയാം പഠിച്ച് ക്ലിയർ ആക്കി മാത്രം പോരാ, അതിലുള്ള ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഗ്രേറ്റർ ടൈം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇതെല്ലാം പഠിച്ച് ക്ലിയർ ആക്കി സമയം ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാൽ മതി, മറ്റുള്ള ലോ സബ്ജക്ട്സ്. അപ്പോൾ ഇതാണ് പ്രൈമറി ലോ സബ്ജക്ട്സ്. ഇനി സെക്കൻഡറി ലോ സബ്ജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോ സബ്ജക്ട്സിൽ നിന്ന് ചോദ്യങ്ങളുടെ എണ്ണം കുറവായി. ചോദ്യങ്ങൾ വരും, പക്ഷേ ചോദ്യങ്ങളുടെ എണ്ണം കുറവായിരിക്കും. ഞാൻ മേൽപ്പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷൻ ലോ, ക്രൈംസ്, ടോർട്ട്, കോൺട്രാക്റ്റ് ഇതല്ലാണ്ട് വരുന്ന ബാക്കി എല്ലാ ലോ സബ്ജക്റ്റുകളും സെക്കൻഡറി ലോ സബ്ജക്റ്റാണ്. ഫാമിലി ലോ, ജൂറിസ്പ്രുഡൻസ്, കമ്പനി ലോ, അതുപോലെ ഇഷ്ടംപോലെ സ്പെഷ്യൽ കോൺട്രാക്റ്റ്, അങ്ങനത്തെ ഇഷ്ടംപോലെ ലോസ്, അഡ്മിനിസ്ട്രേറ്റീവ് ലോ, ഇവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ നമ്മുടെ എൻട്രൻസിന് ഉണ്ട്. ഓക്കെ, പക്ഷേ ഈ എല്ലാ ലോ സബ്ജക്റ്റിനും പഠിക്കുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. നിങ്ങളുടെ ലെവലിൽ പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ പ്രൈമറി ലോ സബ്ജക്ട്സ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. എന്നിട്ട് അത് കഴിഞ്ഞ് പഠിച്ച് കഴിഞ്ഞ് സമയം ഉണ്ടെങ്കിൽ മാത്രം സെക്കൻഡറി ലോ സബ്ജക്ട്സിലേക്ക് വരാം. അപ്പോൾ ഓൾ അതർ ലോ സബ്ജക്ട്സ്, ബാക്കിയുള്ള ലോ സബ്ജക്ട്സ് സെക്കൻഡറി ലോ സബ്ജക്ട്സ് ആണ്. പിന്നെ ജൂറിസ്പ്രുഡൻസ് ചോദ്യങ്ങൾ വരാറുണ്ട്. ADR, അദാലത്ത് നിന്നൊക്കെ ചോദ്യം കഴിഞ്ഞ തവണ വന്നിട്ടുണ്ട്. അദാലത്ത്, ആർബിട്രേഷൻ, ഓക്കെ, അതിൻ്റെയൊക്കെ സംബന്ധിച്ചുള്ള കൺസിലേഷനൊക്കെ ചോദ്യം, അത് ADR ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നെ BNSS, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, BNSS ചോദ്യങ്ങൾ കാണാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രൈമറി ലോ സബ്ജക്ട്സ് ആണ് നമ്മുടെ അസറ്റ്സ്. അത് കൃത്യമായിട്ട് പഠിച്ച് ക്ലിയർ ആക്കി ടൈം ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യണം, സെക്കൻഡറി ലോ സബ്ജക്ട്സിൽ നിങ്ങൾ പോയാൽ മതി. അപ്പോൾ ഇനി ലോ സബ്ജക്റ്റ് എങ്ങനെ പഠിക്കുക എന്നുള്ള കാര്യമാണ് ഞാൻ ഇനി പറഞ്ഞത്. അപ്പോൾ സബ്ജക്റ്റ് എന്താണെന്ന് പറഞ്ഞു, അതിനി എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യു ആർ സ്റ്റഡിങ് ലോ, ഇഫ് യു ആർ പ്ലാനിങ് ടു സ്റ്റഡി ലോ, എൻജോയ് ചെയ്ത് പഠിക്കുക. നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ ഇത്രയും രസമുള്ളൊരു സബ്ജക്റ്റ് വേറെ ഇല്ല. ലോ അത്രയും രസമുള്ളൊരു സബ്ജക്റ്റാണ്. ബട്ട് നമ്മൾ താല്പര്യത്തോടെ പഠിക്കണം. നമ്മൾ താല്പര്യം ഇല്ലാണ്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ദാറ്റ് വിൽ ബി എ വേസ്റ്റ് ഓഫ് ടൈം. ഓക്കെ, അപ്പോൾ നമ്മൾ താല്പര്യത്തോടെ മനസ്സിലാക്കി പഠിക്കുക. അതാണ് എനിക്ക് ആദ്യം പറഞ്ഞത്. നിങ്ങൾ ആദ്യം ഇഷ്ടപ്പെട്ട് ഈ സബ്ജക്റ്റ് പഠിക്കുക. ലോ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഡെയിലി ലൈഫിനെ അത്രയധികം അഫക്റ്റ് ചെയ്യുന്നൊരു ഫാക്ടറാണ് ലോ എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും നിയമം അറിഞ്ഞിരിക്കണം, ഇല്ലേ? ഇഗ്നോറൻഷ്യ ജൂറിസ് ഡോത്ത് എക്സ്ക്യൂസറ്റ്. ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. നമ്മളെല്ലാവരും നിയമം അറിഞ്ഞിരിക്കണം. അപ്പോൾ ലോ സബ്ജക്ട്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, നമുക്കിപ്പോൾ ഒരു +2 കഴിഞ്ഞ് നിൽക്കുന്ന ഒരു കുട്ടിയുടെ ലെവലിലോ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് വരുന്ന ഒരാളുടെ ലെവൽ ചിലപ്പോൾ ലോ സബ്ജക്ട്സ് പെട്ടെന്ന് വായിച്ചാലൊന്നും മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ വായിച്ച് മനസ്സിലാകാത്തവരുണ്ട്, അല്ലെങ്കിൽ ഒരു അസിസ്റ്റൻസ് വേണം എന്നുള്ളവർ എന്ത് ചെയ്യുക, ഒരു അപ്രോപ്രിയേറ്റ് കോച്ചിങ് മാൻഡേറ്ററി ആണ്, നിർബന്ധമാണെന്നൊന്നും ഞാൻ അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല. ബട്ട് ഇത്രയും കോമ്പറ്റീഷനുള്ള പരീക്ഷയാണ്, ഇത്ര അധികം പേരായിട്ട് കോമ്പീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു പാത്ത് കിട്ടുന്നത് അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് കിട്ടുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കോച്ചിങ് എടുക്കുക. ഞാൻ എടുക്കുന്ന കോച്ചിങ് എടുക്കുന്ന ആപ്പിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കോഴ്സ് പർച്ചേസ് ചെയ്ത് ആപ്പിലൂടെയാണ് എല്ലാ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ലോ സബ്ജക്ട്സ് പഠിക്കാൻ നിങ്ങളെ കൊണ്ട് പിടിച്ചാൽ കിട്ടില്ലെന്ന് തോന്നിയാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അതൊരു അപ്രോപ്രിയേറ്റ് കോച്ചിങ് എടുക്കുക. കോച്ചിങ് എടുത്ത് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഫോക്കസ് ആയിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. പിന്നെന്താ, ഒരു ഗൈഡ് മേടിക്കുക. ഗൈഡ് മേടിക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ലോ സബ്ജക്ട്സ് പഠിക്കാൻ നിങ്ങൾക്ക് നോട്ട്സ് വേണം, നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ ഗൈഡ് ഹെൽപ്ഫുൾ ആവും. അതുപോലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം, അതൊക്കെ ഗൈഡിൽ നിന്ന് കിട്ടും. അപ്പോൾ നല്ല മാർക്കറ്റിൽ പോയി നിങ്ങൾക്ക് ഏതാണ്, നിങ്ങൾ കേരള ലോ ആൻഡ് ഗൈഡുകൾ എടുത്തു തരാൻ പറഞ്ഞാൽ അവർ 3-4 ഗൈഡിൽ നിങ്ങൾ ഏതാ നോക്കുക, നിങ്ങൾക്ക് ഏറ്റവും വായിച്ചേറ്റുന്ന അടിപൊളിയായി തോന്നുന്നു ഗൈഡ് ഏതെന്ന് വെച്ചാൽ അത് എടുത്ത് പർച്ചേസ് ചെയ്ത് മേടിക്കുക. ഓക്കെ, ഇനി മേക്ക് നോട്ട്സ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നോട്ട്സ് പ്രിപ്പയർ. കാരണം സെക്ഷൻസ്, ആർട്ടിക്കിൾസ്, ഡേറ്റുകൾ, ഇവിടെ ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ നിൽക്കണമെന്നില്ല. നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഈ നോട്ട്സിൻ്റെ ഗുണം എപ്പോഴാണ് മനസ്സിലാകുന്നത് വെച്ചാൽ, എക്സാമിനോട് അടുക്കുമ്പോൾ നോട്ട്സ് ഭയങ്കര വാല്യുബിൾ ആയിരിക്കും. നിങ്ങൾക്ക് എക്സാം ടൈമിൽ റിവിഷൻ ചെയ്യാൻ നിങ്ങൾക്ക് നോട്ട്സ് വേണം, നിങ്ങൾക്ക് ഇല്ലേ? എപ്പോഴും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കാൻ പറ്റും. നിങ്ങൾക്ക് നോട്ട്സ് പ്രോപ്പറായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റിവിഷന് ഭയങ്കര ഹെൽപ്ഫുൾ. അപ്പോൾ നോട്ട്സ് നിർബന്ധമായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പോഴായാലും നിങ്ങൾ എന്ത് ചെയ്യുക, ലെക്ചർ നോട്ട്സ് എടുക്കുക. നിങ്ങൾ ഓക്കെ, ഗൈഡിൽ നിന്ന് നിങ്ങൾക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. അങ്ങനെയൊക്കെ നോട്ട്സ് ഉണ്ടാക്കി എഴുതി പഠിക്കുക. ഓക്കെ, എഴുതി പഠിക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യുക, മൈൻഡ് ചിന്തിക്കുക. പിന്നെ എന്താ പറയുന്നത്, പ്രോപ്പർ സ്റ്റഡി ഓഫ് ലോ എന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഒന്നും കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, വേണമെങ്കിൽ നമ്പേഴ്സ് വേണമെങ്കിൽ നിങ്ങൾ കാണാപ്പാടം പഠിച്ചോ, ഡേറ്റുകൾ വേണമെങ്കിൽ കാണാപ്പാടം പഠിച്ചോ. ബാക്കി ലോ എന്ന് പറയുന്ന അതിൻ്റെ എസൻസ്, സബ്ജക്റ്റ് നിങ്ങൾ കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല. അത് മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച്
പോയാൽ മതി. മനസ്സിലാക്കി പഠിച്ച് ഇത്രയും രസമുള്ള സബ്ജക്റ്റ് വേറെ ഇല്ല. അപ്പോൾ മനസ്സിലാക്കി എന്ത് ചെയ്യുക, ക്ലിയർ ആക്കി എന്ത് ചെയ്യുക, പഠിച്ചു. പിന്നെ റിവിഷൻ എന്ന് പറയുന്ന വലിയൊരു ഫാക്ടറാണ്. നമ്മൾ ഇങ്ങനത്തെ ഒരു എക്സാമിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പഠിച്ചത് മറന്നു പോകാൻ സാധനം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മറികടക്കാനും ആ പഠിച്ച കാര്യം മറന്നു പോകാതെ എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വൻറ്റ് റിവിഷൻ ചെയ്യുക. നിങ്ങളൊരു ഷെഡ്യൂൾ സെറ്റ് ചെയ്തിട്ട് ചെയ്യുക. ആ ഷെഡ്യൂൾ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്ത് പോകാം. പിന്നെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. ലോ സബ്ജക്റ്റ് പഠിച്ചുകൊണ്ട് മാത്രം നിങ്ങൾക്ക് എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ലോ സബ്ജക്റ്റ് പഠിക്കുന്നതിനൊപ്പം തന്നെ MCQs മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻ പ്രാക്ടീസിലൂടെയാണ് നമ്മുടെ സബ്ജക്റ്റ് നമ്മൾ സ്ട്രെങ്ത് വരിക. നമുക്ക് സബ്ജക്റ്റ് പഠിച്ചുകൊണ്ട് മാത്രം എൻട്രൻസ് ക്രാക്ക് ചെയ്യുന്നുണ്ട്. സബ്ജക്റ്റിൻ്റെ ഒപ്പം ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യണം. ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യുക, അറ്റൻഡ് മോഡൽ എക്സാംസ്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എല്ലാ ആഴ്ചയും നിങ്ങൾ പ്ലാൻ ചെയ്ത് നിങ്ങളൊരു ഓരോ മോഡൽ എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്ത് തനിയെ ഇരുന്ന് ടൈം സെറ്റ് ചെയ്ത് എഴുതി നോക്കുക. പിന്നെ ഒരുപാട് നമുക്ക് ചുറ്റും ഒരുപാട് ആപ്പുകളിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്, മോഡൽ എക്സാംസുകൾ നടക്കുന്നുണ്ട്. ഫ്രീ ആയിട്ടൊക്കെ മോഡൽ എക്സാംസ് നടത്തുന്ന ടീംസ് ഉണ്ട്. അപ്പോൾ ആ മോഡൽ എക്സാമുകളൊക്കെ എഴുതി നോക്കുക. എക്സാം പ്രാക്ടീസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് പുറത്ത് പോയി അറ്റൻഡ് ചെയ്യാൻ സാഹചര്യം ഇല്ല, നിങ്ങൾക്ക് മോഡൽ എക്സാംസ് ആക്സസ് കിട്ടില്ല, ഒന്നുമില്ല. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യുക. നിങ്ങൾ തന്നെ റൂമിൽ ടൈം സെറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ധാരാളം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ധാരാളം ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ വേണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, എൻട്രൻസ് ക്രാക്ക് ചെയ്ത് ടോപ്പ് റാങ്കിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ട് ലീഗൽ സബ്ജക്ട്സിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് ലീഗൽ സബ്ജക്ട്സ് എന്നും അതിലെങ്ങനെയാണ് പഠിക്കേണ്ടതെന്നും അതിൽ മെയിനായിട്ട് നോക്കേണ്ട ലീഗൽ സബ്ജക്ട്സ് എന്താണെന്നുള്ള കാര്യങ്ങളുള്ളത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് എന്തെങ്കിലും നിങ്ങൾ നോക്കി വയ്ക്കുക. ലീഗൽ എന്ന് പറയുന്ന സാധനം അസറ്റാണ്. 42 ചോദ്യങ്ങളാണ്. ഒരു തരത്തിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അത് നിങ്ങൾ നിർബന്ധമായി പഠിക്കണം. അത് പഠിച്ച് നല്ല മാർക്ക് എന്ത് ചെയ്യണം, 126 മാക്സിമം സ്കോർ എന്ത് ചെയ്യണം, നമ്മുടെ പോക്കറ്റിൽ എത്തണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യണം, നല്ല റാങ്കിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ വരുന്നത്. നമ്മൾ ഇനി കൂടുതൽ അനലൈസിസ് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ ഉറപ്പായിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഗൈസ്, താങ്ക് യു, ബെസ്റ്റ് വിഷസ്.